മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരിൽ നിന്ന് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. കാരണം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപേക്ഷ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം മറ്റൊരു വീഡിയോ ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആവാൻ പോവുകയാണ്. ലാസ്റ്റ് ഡേറ്റിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇത്രയധികം വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി മാത്രമാണ്. വീഡിയോ അപേക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചെയ്യും. അത് വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അലേർട്ടായിരിക്കുക എന്ന് പറയാൻ വേണ്ടിയാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അത് രണ്ടാമത്തെ വീഡിയോ ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ വീഡിയോ ലാസ്റ്റ് ഡേറ്റ് ആണ്. ചിലവർ മാറ്റി വെച്ച് അവസാന നിമിഷങ്ങളിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരെയും കൂടി റിമൈൻഡ് ചെയ്യാനാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ ലാസ്റ്റ് ഡേറ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 6 ജൂലൈ 2026 ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 26 ജൂലൈ 2026 ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കുകയാണ് ഏകദേശം. പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. പിന്നെ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയലൊക്കെ ലഭ്യമാണ്. X and Y എല്ലാം ലഭ്യമാണ്. നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് നമ്മുടെ ടീമിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവിടെ കോൺടാക്ട് ചെയ്താൽ മതി. അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം, മുമ്പ് ഇത് പഠിച്ചിട്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഈയിടെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് കുറേ കുട്ടികൾ വാങ്ങി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അഗ്നിവീർ വായു ഇൻടേക്ക് 02/2027 ആണ് കേട്ടോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അപേക്ഷിക്കുക. 6 ജൂലൈ 2026 തുടങ്ങി 26 ജൂലൈ വരെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ അപേക്ഷിക്കേണ്ട പ്രായപരിധി 1 ജൂലൈ 2005 1 ജനുവരി 2010 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് കേട്ടോ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. 1 ജൂലൈ 2005 1 ജനുവരി 2010 ഈ ഡേറ്റിലോ ഇതിൻ്റെ ഇടയിലോ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇതിന് അപേക്ഷിക്കേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് +2 മാത്രം മതി. +2 സയൻസ് ഉണ്ടെങ്കിലും സയൻസ് അല്ലാതെ ആണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം. സയൻസ് എടുത്തവർ അപേക്ഷിക്കേണ്ട മാതൃകയാണ് ആദ്യം പറയുന്നത്. അതിനാവശ്യമായിട്ടുള്ള യോഗ്യത നിങ്ങൾക്ക് +2 ഉണ്ടായിരിക്കണം. +2ൽ നിങ്ങൾക്ക് മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം. 50% മാർക്കോട് കൂടി പാസ്സാവണം. അതും എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ സബ്ജക്റ്റിനും 50% പ്രത്യേകം വേണമെന്ന് പറയുന്നുണ്ട്. ഇനി ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് എഞ്ചിനീയറിംഗിൽ ഉണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളത് 50% മാർക്ക് മൊത്തത്തിൽ പാസ്സാകുമ്പം വേണം. പിന്നെ 50% മാർക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സെപ്പറേറ്റ് സബ്ജക്റ്റിലും വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇംഗ്ലീഷ് ഡിപ്ലോമയിൽ ഇല്ല എന്നാണെങ്കിൽ 10ാം ക്ലാസ്സിൽ നിന്ന് എടുത്താൽ മതി. ഡിപ്ലോമയിൽ ഇല്ലെങ്കിൽ കേട്ടോ 10ാം ക്ലാസ്സിൽ 50% മാർക്ക് ഉണ്ടായാൽ മതി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ആ ഒരു യോഗ്യതയും ഇല്ലെങ്കിൽ 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഓടുകൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 50% മാർക്കോട് കൂടി പാസ്സാവണം. പിന്നെ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യണം, 50% മാർക്ക് വേണമെന്ന് ശ്രദ്ധിക്കുക. ഇനി മറ്റുള്ള സയൻസ് അല്ലാതെ മറ്റുള്ള സ്ട്രീമുകൾ എടുത്ത് പഠിച്ച കുട്ടികളുണ്ടാവും. ആർട്സ് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് അതൊക്കെ എടുത്ത് പഠിച്ചവർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ +2 മാത്രം മതി. +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. +2ൽ 50% മാർക്ക് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ഇംഗ്ലീഷിലും 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി അതില്ലാത്ത പക്ഷം എന്ത് മതി, 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് എടുത്ത് പഠിച്ചവർക്ക് അപേക്ഷിക്കാം. അവിടെയും 50% മാർക്ക് വേണം. ഇംഗ്ലീഷിൽ 50% മാർക്ക് അവിടെയും വേണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ പ്രധാന ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത്. 152 സെൻറ്റിമീറ്റർ ഉയരം വേണം. അതുപോലെ അപേക്ഷാ ഫീസൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അപേക്ഷാ ഫീസ് നമ്മൾ മുമ്പോട്ട് പറയും. അതുകൊണ്ട് ശ്രദ്ധിച്ച് അപേക്ഷിക്കുക. താല്പര്യമുള്ളവർ പരീക്ഷയൊക്കെ നല്ല രീതിയിൽ പഠിച്ചെഴുതുന്നുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. പിന്നെ ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ്. നമ്മുടെ ചാനലിൽ ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. ഓൾറെഡി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ സാലറി സ്ട്രക്ചറും ലീവും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേറ്റ് വീഡിയോ ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിപ്പോയത്. പരീക്ഷേൻ്റെ മാതൃകകളാണ് കേട്ടോ ഇവിടെ കൊടുത്തില്ല. ഈ ബോക്സിൽ മൊത്തം ഉള്ളത് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഇവിടെ മൊത്തം പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോഴും നമ്മുടെ മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് നേരത്തെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കെല്ലാം ഫിസിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും സെലക്ഷൻ്റെ ഒരു ഘട്ടങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപേക്ഷാ ഫീസായിട്ട് വരുന്നത് 550 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. പ്ലസ് 18% GST കൂടി ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഫീസും കൂടി ഇതിൻ്റെ അടക്കാനായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ട്, പെട്ടെന്ന് അപേക്ഷിക്കുക. നല്ല രീതിയിൽ പഠിക്കുക, പരീക്ഷ എഴുതുക. നമ്മുടെ മെറ്റീരിയലും അതിന് നിങ്ങളെ സഹായിക്കും. പിന്നെ നമ്മുടെ
ക്ലാസ്സിൻ്റെ ചാനലുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എക്സാം അടുക്കുന്ന സമയത്തേക്ക് ഏകദേശം ഇതിന് എയർഫോഴ്സിന് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളും അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നമ്മുടെ ടീമിൻ്റെ അടുത്ത് സംസാരിക്കാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആണ്, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുള്ള മക്കളെ അപ്ലൈ ചെയ്യുക. പിന്നീട് സമയം കിട്ടത്തില്ല. ഏജൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടികളുടെയും. അതുകൊണ്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ് കിട്ടാൻ പ്രോപ്പറായി ഫോളോ ചെയ്താൽ മാത്രം മതി.